Good day to everybody. ഞാൻ ഡോക്ടർ ഗോപിനാഥൻ, അശ്വിനി ഹോസ്പിറ്റലിലെ സീനിയർ ഓർത്തോപെഡിക് സർജനാണ്. 1998 തൊട്ട് ഈ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് കഴുത്തുവേദന, നെക്ക് പെയിൻ. യൂഷ്വലായിട്ട് എല്ലാവരും പറയുന്നത് സ്പോണ്ടലോസിസ് എന്ന ഒരു തട്ടിലേക്ക് മാറ്റിയിടുന്ന ഒരു അസുഖമാണ് കഴുത്തുവേദന. സ്പോണ്ടലൈറ്റിസ്, ഏത് രോഗി വന്നാലും കഴുത്തുവേദന സ്പോണ്ടലൈറ്റിസ് ആണെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയും. സത്യത്തിൽ ഇത് ഒരു മിസ്നോമറാണ് ശരിക്കും പറഞ്ഞത്. അതായത് ശരിയായിട്ടുള്ള ഒരു പേരല്ല. സ്പോണ്ടലൈസിസ് വരുന്നത് സാധാരണഗതിയിൽ ഒരു 50 വയസ്സ് 40 വയസ്സൊക്കെ ശേഷമാണ് സ്പോണ്ടലോസിസ് വരുന്നുള്ളൂ. പക്ഷെ മിക്കവാറും എല്ലാവരും 30 വയസ്സുകാരും വരുമെന്ന് പറയും സ്പോണ്ടലോസിസ് ആണ് എനിക്കെന്ന് പറയും. ഇതിന്റെ കാരണം വേറെ ഒന്നാണ്. ഒന്ന് ജീവിത ശൈലി, പിന്നെ നമ്മുടെ എന്താ പറയാ ജോലിയുടെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ടെക്കികൾക്കാണ് ഇത് കൂടുതൽ കാണുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ കൈകൾ രണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴുത്തിലെ പേശികൾക്ക് കണ്ടമാനം സ്ട്രെയിൻ വരുന്നുണ്ട്. ഈ സ്ട്രെയിനിന്റെ ഒരു റീസണാണ് ഈ സ്പോണ്ടലോസിസ് വരുന്നത്. അപ്പോൾ കഴുത്ത് സ്റ്റിഫാവുക, തിരിക്കാൻ വയ്യാതെ ആവുക, ആ വേദന കൈകളിലേക്ക് ബാധിക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങളുടെ യൂഷ്വൽ പേര് പറയുന്നത് സ്പോണ്ടലോസിസ് ആണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഇത് കഴുത്തിലെ പേശികൾക്കുണ്ടാവുന്ന ചെറിയ വലിച്ചിലും വിഷമം മാത്രമേ ഉള്ളൂ. അതിന് വളരെ ലളിതമായി ചികിത്സിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സാറിന് പറയാൻ നമ്മൾ തനിയെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, മയോഫേഷ്യൽ റിലീസ് എന്നാണ് സാറിന് പറയുക. നമുക്ക് സ്വയം ചെയ്യാവുന്നതായിട്ട് പറയുന്നുണ്ട് അതിൽ. കാരണം നമ്മുടെ 2 വിരലുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഷോൾഡറിലത്തെ മസിലിലേക്ക് അമർത്തി പിടിക്കുകയാണെങ്കിൽ ആ വേദന സാവകാശത്തിൽ കുറഞ്ഞു പോകും. മരുന്നുകൾക്കും ഇതിനും ഒരു റോൾ ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും മരുന്നുകളെ കൊണ്ട് മാത്രം മാറ്റാവുന്ന അസുഖങ്ങളല്ല പലതും. നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുക, അതുമാതിരി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുന്നതിന് കുറച്ചൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, ചെറുതായിട്ട് കഴുത്തുകളൊന്ന് അനക്കിയെടുക്കുക. ഇതൊക്കെ ചെയ്താൽ സാധാരണഗതിയിൽ ഈ വേദന കുറയുന്നതാണ്. പിന്നെ വരുന്നത് ഈ എന്താ പറയാ ഒരു 40 വയസ്സിന് ശേഷം വരുന്ന സ്പോണ്ടലോസിസ് ചേഞ്ചസ് ആണ്. അത് കശേരുകൾക്ക് വരും ചെറിയ വ്യത്യാസങ്ങൾ, തീരുമാനത്തെ മൂലവും അതുപോലെ തന്നെ ചെറുതായിട്ട് ഡിസ്കുകൾക്ക് വരുന്ന ഡാമേജിന്റെ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇത് രണ്ടും വേർതിരിച്ച് വേണം നമ്മൾ ചികിത്സ നിശ്ചയിക്കുവാനായിട്ട്. ശരിയായിട്ടുള്ള സ്പോണ്ടലോസിസ് ഉള്ള ഒരാൾക്ക് അതിന്റെ മൂലകാരണം കണ്ടുപിടിച്ചതിന് ശേഷം വേണം ചികിത്സ തുടങ്ങുവാനായിട്ട്. അതായത് ആദ്യമായിട്ട് ഒരു എക്സ്റേ വേണം. എക്സ്റേയിൽ എന്തെങ്കിലും നമുക്ക് ഡിഫിക്കൽറ്റി കാണുകയാണെങ്കിൽ പിന്നെ തുടർന്നുള്ള അടുത്ത പരിശോധന രീതി MRI സ്കാനാണ്. MRI സ്കാൻ എടുത്ത് ഡിസ്കിന് എന്തെങ്കിലും തകരാറുകളുണ്ടോ, അത് ഞരമ്പുകൾ എന്തെങ്കിലും പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ബാക്കി തുടർ ചികിത്സ നമ്മൾ തീരുമാനിക്കുവാനായിട്ട്. അപ്പൊ അതിനെ നമ്മൾ ആദ്യ രോഗിയുമായിട്ട് സംസാരിച്ച് അവരൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇന്ന് ചികിത്സ തുടങ്ങാവൂ. രോഗിക്ക് ഒരു വിശ്വാസം പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്, എന്നിട്ട് ചികിത്സിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ചെറുതായിട്ട് അവർ രോഗലക്ഷണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചികിത്സിക്കാനായിട്ട്. അതിൽ സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാൻ മരുന്നുകൾ കൊടുക്കാം, കൂട്ടത്തിൽ ഫിസിയോതെറാപ്പി ചെയ്യാം. പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത കേസുകളാണ് സർജറിയൊക്കെ പോകുന്നത്. സർജിക്കൽ സൈഡിലേക്ക് പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ട. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതിന് കുറച്ച് നെക്ക് മസിൽ എക്സസൈസ്, ഫിസിയോതെറാപ്പി, ഡ്രഗ്സ്, ഇത് ചെയ്താൽ സാധാരണ രീതിയിൽ കുറവും. പിന്നെ കുറച്ച് അവരുടെ ചെറുതായിട്ട് എന്താ പറയാ പോസ്ചറൽ കറക്ഷൻ, കഴുത്തിന്റെ പൊസിഷൻ വെക്കുന്നതിന്റെ കറക്ഷൻസ്, ഇത് ചെയ്താൽ സാധാരണഗതിയിലുള്ളവരുടെ എല്ലാം ഇതൊന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ സർജിക്കൽ സൈഡിലേക്ക് പോകുന്ന സൈഡിൽ കയ്യിലോട്ട് വേദന വരിക, തരിപ്പ്, തീരെ വിട്ടുമാറാത്ത വേദന, നമ്മൾ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക, വീക്ക്നെസ്, ഇതൊക്കെ വന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ പിന്നെ സർജിക്കൽ ഓപ്ഷൻ എടുക്കും. അതിന് സെർവൈക്കൽ ഡിസ്കെക്ടമിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് അതിന്റെ ഒരുപാട് അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് എല്ലാം എപ്പോഴും ഉണ്ട്. അതിന്റെ എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നായിരിക്കുക. സ്പൈൻ സർജൻസ് ആണ് കൂടുതൽ നന്നായി ചെയ്യാനായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അതിനോട് നിൽക്കുക. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് ഒരു സർവൈക്കൽ കോളറോ കുറച്ച് റെസ്റ്റോ അതുമാതിരി എക്സസൈസോ ഒക്കെ ചെയ്താൽ സാധാരണ ഇത് കുറഞ്ഞു പോകും. ഇത്രയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന സിംറ്റംസ്. ഇപ്പോൾ അടുത്ത കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന വേറൊരു അസുഖമാണ്
കൈക്ക് തരിപ്പ്. സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പറയുന്നത് കാർപ്പൽ ടണൽ എന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൈ ഉപയോഗിക്കുക, അതേമാതിരി കൈയിൻ്റെ ഒരു നാച്ചുറൽ പൊസിഷനില്ലാത്ത പൊസിഷനിൽ കൈ വെച്ച് വർക്ക് ചെയ്യുക. പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടറിൽ കണ്ടമാനം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ കൈ മുഴുവൻ എക്സ്റ്റൻഡായി ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ കൈയിൻ്റെ ഈ റിസ്റ്റിലുള്ള എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിഗമെന്റ്, ഒരു കാർപ്പൽ ടണൽ, ആ ലിഗമെന്റ് വളരെ സ്റ്റിഫാണ്. അത് അടിയിൽ കാർപ്പൽ ബോൺസും മുകളിൽ ഈ ലിഗമെന്റ് വന്നപ്പോൾ ആ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മുടെ കയ്യിലേക്ക് വർക്ക് ചെയ്യുന്ന ടെൻഡൻസും നെർവുകളും കടന്നു പോകുന്നത്. ഇതിൽ ഈ ടെൻഡൻസും വളരെ സ്റ്റിഫാണ്, ഈ ബ്രിഡ്ജ് പോലെ ഇരിക്കുന്ന ലിഗമെന്റും വളരെ സ്റ്റിഫാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ടെൻഡൻസിൻ്റെ മുകളിൽ ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പറിക്കുമ്പോൾ ഈ ടെൻഡൻസിൻ്റെ മുകളിലുള്ള കവറിങ്ങിന് നീര് വന്ന് അത് ഈ നടുക്കിൽ പോകുന്ന ഞരമ്പിനെ പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വിഷമങ്ങളാണ് ആദ്യം പതുക്കെ തരിപ്പായിട്ട് തുടങ്ങും കൈക്ക്. നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ കൈയുടെ തരിപ്പും റെസ്റ്റ് ചെയ്താൽ മാറുകയും ചെയ്യും. യൂഷ്വലി കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യുമ്പോൾ രാത്രിയിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ കിടന്നുറങ്ങിയ ശേഷം ഈ കൈക്ക് വല്ലാണ്ട് ചൂട്ടുകത്തിൽ തരിപ്പും തുടങ്ങുന്നത്. ഇതൊരു സിംറ്റമാണ്. അത് കാർപ്പൽ ടണൽ വന്ന് തുടങ്ങി അതിൻ്റെ ചികിത്സ നമ്മൾ തുടങ്ങുന്ന സമയം എന്നർത്ഥം. പിന്നെ ഇത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെ ഈ വശത്തെ മസിലുകളുണ്ടല്ലോ, നമ്മുടെ ഈ തള്ളവിരലിനോട് അനുബന്ധമായി നിൽക്കുന്ന മസിലുകൾ വേസ്റ്റ് ആവാൻ തുടങ്ങും. ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകണം. ഒരിക്കൽ വേസ്റ്റഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് സാധാരണയുള്ളത്. പറയുന്നത് ഒരു സിമ്പിൾ ഓപ്പറേഷനാണ് കാർപ്പൽ ടണൽ റിലീസ് എന്ന് പറയുക. അത് വളരെ ചെറിയ ഒരു ഇൻസിഷൻ, ഒരു സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഒരു ഇൻസിഷൻ കൂടെ ചെയ്യാനും പറ്റും, ആർത്രോസ്കോപ്പി കൂടെ ചെയ്യാൻ പറ്റും. ഇനി 2 തരത്തിലാണ് അതിന് പ്രൊവിഷൻസ് പോകുന്നത്. അത് ഡിപ്പെൻസ്. ഒരു സാധാരണ ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ഓപ്പറേഷനാണ് അത്. ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യം തന്നെയില്ല. സത്യത്തിൽ വന്ന് തെരിപ്പിച്ച് കൈ ചെയ്ത് പോവുകയും ചെയ്യാം. വലിയ ചിലവുള്ള ഒരു ചികിത്സാ രീതിയുമല്ല ഇത്. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻ്റ് റിലീഫ് കിട്ടും, ഒരു സംശയമില്ല കാര്യത്തിൽ. മരുന്നുകളുടെ റോള് ഇതിൽ വളരെ കുറവാണ് സത്യത്തിൽ. തുടക്കത്തിൽ നമുക്ക് അതിനുള്ള പെയിൻ കില്ലേഴ്സും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാമെങ്കിലും തികച്ചും അത് ഒരു ലെവലെത്തി കഴിഞ്ഞാൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ട് വേറെ ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാനും പോകുന്നില്ല.